പറഞ്ഞാൽ ആ മരിക്കാൻ പോകുന്ന വ്യക്തി തലാത്തൻ 3 അടയാളം. ഒന്ന്, നെറ്റിത്തടം വിയർക്കുക. ഒരാൾ മരിക്കാൻ നേരത്ത് നെറ്റിത്തടം വിയർക്കുന്നത് കണ്ടാൽ അവൻ ഭാഗ്യവാനാണ്. അതുപോലെ തന്നെ അവന്റെ 2 കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുക. ശ്രദ്ധിക്കണം, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. ഓനിക്ക് വിഷമുണ്ടായത് കൊണ്ടല്ല കരയുന്നത്, അവൻ മുഅ്മിനായി മരിക്കുന്നതിൻ്റെ ഒരു അടയാളാണ്. മരിക്കുന്ന നേരത്ത് കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരിക, കണ്ണുനീര് ഒലിപ്പിക്കുക. അതുപോലെ തന്നെ അവന്റെ 2 മൂക്കിന്റെ ദ്വാരം വികസിക്കുക. മൂക്കിന്റെ ദ്വാരം വികസിക്കുക. ഇതെല്ലാം ഈ 3 അടയാളം അവനൊരു മുഅ്മിനായി മരിച്ചതിന്റെ അടയാളമാണ്. മഹാന്മാർ ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്, എന്താണ് മുഅ്മിനായ മനുഷ്യൻ മരിക്കാൻ നേരത്ത് കരയാൻ കാരണം? വിഷമം കൊണ്ടാണ്. ഭാര്യയെ ഇനി കാണാൻ കൂടൂല, സമ്പാദ്യം പോയല്ലോ, എന്റെ ജീവിതം അവസാനിച്ചല്ലോ എന്നൊന്നും ആലോചിച്ചിട്ടല്ല മുഅ്മിനായ മനുഷ്യൻ മരിക്കാൻ നേരത്ത് കരയുന്നത്. അല്ലാഹു തആലാനെ തൊട്ട് ലജ്ജിച്ചതിന്റെ പേരിലാണ്. അല്ലാഹു തആലാനെ തൊട്ട് ലജ്ജിച്ചതിന്റെ പേരിൽ. കാരണം അല്ലാഹു തആല അവനിക്ക് ആഖിറത്തിൽ ചെയ്തു കൊടുക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ, സ്വർഗീയ ലോകങ്ങളൊക്കെ കാണുമ്പോ റബ്ബേ ഇതിനനുസരിച്ചൊരു ഇബാദത്ത് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നൊരു ലജ്ജ വരുന്നു. ലജ്ജ വരുമ്പോ വിഷമം കാരണം റബ്ബിന്റെ ആ അനുഗ്രഹങ്ങൾ കാണുമ്പോ ഇതിനനുസരിച്ച ഒരു നന്ദി എന്റെ ജീവിതത്തിൽ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നൊരു ലജ്ജ കാരണം മുഅ്മിനായ മനുഷ്യൻ മരിക്കാൻ നേരത്ത് കരയുന്ന. അപ്പൊ ഇങ്ങനെ ഒരാള് മരിക്കാൻ നേരത്ത് ചില അടയാളങ്ങൾ. അതുപോലെ തന്നെ അവൻ അല്ലാഹു തആലാന്റെ അദാബുമായി ബന്ധപ്പെട്ട് മരിച്ചവനാണ് എന്നതിന്റെ ചില അടയാളങ്ങളുമുണ്ട്. ശരീരം കവക്കുക, മുഖം കരിവാളിക്കുക പോലത്തതൊക്കെയും ആഖിബത്തും മോശമായതിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന മസലകളിൽ പെട്ടതാണെങ്കിലും സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുകൊണ്ടാണ് മഹാന്മാർ വളരെ വ്യക്തമായി എല്ലാ കിതാബുകളിലും കാണാം, ഫല്യകുനിൽ ഗാസിലു അമീനൻ, മയ്യത്ത് കുളിപ്പിക്കുന്നവൻ വിശ്വസ്തനാവണം. അഥവാ ഈ മയ്യത്തിൽ നിന്ന് അവൻ മോശമായി മരിച്ച വല്ല അടയാളവും കണ്ടാൽ ഒരിക്കലും തന്നെ മയ്യത്ത് കുളിപ്പിക്കുന്നവൻ അത് പുറത്തു പറയാൻ പാടില്ല. അതാണ് ഫല്യകുനിൽ ഗാസിലു അമീനൻ, മയ്യത്ത് കുളിപ്പിക്കുന്നവൻ വിശ്വസ്തനാവണം. വളരെയധികം ചില സഹോദരിമാര്, മയ്യത്ത് കുളിപ്പിക്കുന്ന ചില സഹോദരിമാരൊക്കെയും ചില ഗ്രാമങ്ങളിലൊക്കെയും മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞാൽ ഒരു മയ്യത്തിൽ നിന്ന് നന്മയാണ് കണ്ടത് നമുക്ക് പറയാം. അത് പറയുന്നത് സുന്നത്താണ്. ഒരു നന്മ കണ്ടാൽ അത് വിളിച്ചു പറയണം. അത് ബിദ്അത്തിന്റെ അഹ്ലുകാര് മരിച്ചിട്ട് വല്ല നന്മയും യാദൃശികമായി കണ്ടാൽ പുറത്ത് പറയാനും പാടില്ല. അവർക്ക് അതിന്റെ ഒരുപാട് വശങ്ങളുണ്ട്. അതെന്താ ഉസ്താദെ അങ്ങനെ നിങ്ങൾ വിവേചനം കാണിക്കുന്നു? സുന്നിയായ മനുഷ്യൻ മരിച്ചിട്ട് നന്മ കണ്ടാൽ പുറത്ത് പറയണമെന്നും മുബ്തദിഉ മരിച്ച് അവനിൽ നിന്ന് വല്ല നന്മയും കണ്ടാൽ പുറത്തു പറയാൻ പാടില്ല എന്നും എന്താണ് ഇങ്ങനൊരു വിവേചനം? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അത് ഒരു സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ നമുക്ക് മൊത്തത്തിലുള്ള ഒരു മൊത്തം എന്താ, മരിച്ചവനിൽ നിന്ന് നന്മ കണ്ടാൽ പറയണം, അവനിൽ നിന്ന് മോശമായ വല്ല അടയാളവും കണ്ടാൽ പുറത്തു പറയാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണം പറയാം, ഒരു വ്യക്തി മുഅ്മിനായി മരിച്ചവനാണ് എന്നതിന് കുളിപ്പിക്കുന്ന സമയത്ത് ചില അടയാളങ്ങളുണ്ട്. അതായത് മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ മയ്യത്തിനെ ചാരി ഇരുത്തേണ്ട രൂപമുണ്ട്, ചരിച്ചു കിടത്തേണ്ട രൂപമുണ്ട്, മലർത്തി കിടത്തേണ്ട രൂപമുണ്ട്. ഈ സന്ദർഭങ്ങളിലൊക്കെയും വലിയ പ്രയാസമായിരിക്കും. നമ്മൾ ജീവനുള്ള ഒരു വ്യക്തിയെ ചാരിയിരുത്തും പോലെ അല്ലെങ്കിൽ ചരിച്ചു കിടത്തും പോലെ ആകൂല മരിച്ച വ്യക്തിയെ ചാരിയിരുത്തലും അതുപോലെ തന്നെ ചരിച്ചു കിടത്തലും. ഉദാഹരണം പറയാ, ഒരു 3 വയസ്സായ കുട്ടിങ്ങൾ നടന്നു പോകുമ്പോ അതിനെ എടുത്ത് ഒക്കത്ത് വെക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല, അല്ലേ? ഒരു 3 വയസ്സായ കുട്ടികൾ നടന്നു പോവുക,
എപ്പാടെ കുട്ടി ഇവിടെ വന്നാലാണ് അതിനെ എടുത്ത് ഒക്കത്ത് വെക്കാൻ ഒരു പ്രയാസമില്ല എങ്കിൽ സ്ത്രീകൾക്കറിയാം, ഒരു 3 വയസ്സായ കുട്ടി കിടന്നുറങ്ങുമ്പോ അതിനെ ഒന്ന് ഇടയിൽ രാത്രി ഇടക്ക് വെച്ച് മൂത്രമൊഴിപ്പിച്ചില്ലെങ്കിൽ അത് പായയിൽ മൂത്രമൊഴിക്കും. അപ്പൊ ചില തള്ളാർ എന്ത് ചെയ്യും? ഉറക്കം പൗതിയായ എഴുന്നേറ്റ് കുട്ടികളൊന്ന് മൂത്രമൊഴിപ്പിക്കും, കുട്ടികൾ മൂത്രമൊഴിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ ആ 3 വയസ്സായ കുട്ടി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അതിനെ എടുത്തൊന്ന് മൂത്രമൊഴിപ്പിക്കാനുള്ള വിഷമം കുട്ടികളെ നോക്കുന്ന തള്ളാർക്കേ അറിയുള്ളൂ എന്ന് മാത്രം. അത് വലിയ വിഷമം, ഒരു കുട്ടികളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മൂത്രമൊഴിപ്പിക്കാൻ. അപ്പൊ ഞാൻ പറയുന്നത്, ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ കൈകാര്യം ചെയ്യും പോലെ മരിച്ച വ്യക്തികളെ കൈകാര്യം ചെയ്യാൻ പറ്റൂല, അത് കുറച്ച് വിഷമണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്ത്, ചാരിയിരുത്തേണ്ട സമയത്ത്, മയ്യത്ത് കുളിപ്പിക്കുന്നവർ മയ്യത്തിനെ താങ്ങുന്ന സമയത്ത് മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് തോന്നുക ഈ മയ്യത്ത് സ്വമേധയാ നീച്ചിരിക്കുന്നുണ്ടോ. ഒരാൾക്കൊരു പ്രയാസമില്ല. ആ മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് ആ മയ്യത്തെ ചാരിയിരുത്താൻ അല്ലെങ്കിൽ ചെരിച്ചു കിടത്തിയ ഭാഗത്ത് നിന്ന് മലർത്തി കിടത്താൻ ഒരു പ്രയാസം തോന്നാതിരിക്കും. ഒക്കെ മയ്യത്ത് തന്നെ സ്വമേധയാ ചെയ്യുന്നുണ്ടോന്നൊരു തോന്നല് വരിക. മയ്യത്ത് സ്വമേധയാ ചെയ്യൂല, മരിച്ച വ്യക്തിയല്ലേ. ഓൻ ചെരിഞ്ഞു കിടക്കേണ്ട സമയത്ത് ഞാൻ ചെരിഞ്ഞു കിടന്നോ, ബാക്ക് കഴുകിക്കോ, ഇനി അങ്ങട്ട് ചെരിയ ഈ ഭാഗം കഴുകിക്കോ, ഞാൻ അങ്ങനെ നീച്ചിരിക്കുക, അതുണ്ടാവൂലല്ലോ. അപ്പൊ എന്താ നമുക്ക് തോന്നും, മയ്യത്ത് കുലിപ്പിക്കുന്നവർക്ക് തോന്നുക ഇതെല്ലാം മയ്യത്ത് തന്നെ സ്വമേധയായി ചെയ്യുന്നുണ്ട്, താങ്ങിയിരുത്താൻ പ്രയാസമില്ല, ഒരു വിഷമല്ല, കയ്യിന് കടച്ചല് വരുന്നില്ല, ഒരു പ്രയാസം തോന്നാതിരിക്കുക. ഇതൊരു മുഅ്മിനായി മരിച്ചതിന്റെ അടയാളാണ്. അള്ളാഹു അങ്ങനത്തെ അവസരങ്ങളിൽ നമ്മുടെ മയ്യത്ത് കൊലിപ്പിക്കുന്നവരുടെ ഖൽബിൽ അള്ളാഹു ഇട്ട് കൊടുക്കുമാറാവട്ടെ. വല്ലാത്തൊരു ഭാഗ്യം. അപ്പൊ ഇതൊരു നന്മയാണ് അല്ലെ. ഇവരൊരു മുഅ്മിനായി മരിച്ചതിന്റെ ഒരു അടയാളം പറയൽ സുന്നത്താണ്. വല്ലാത്ത ഒരു സന്തോഷം, ഒരു പ്രയാസം ഉണ്ടായില്ല മയ്യത്ത് കുലിപ്പിക്കാൻ. എന്തൊരു സന്തോഷമായിരുന്ന. നമ്മൾ ഓൻ തന്നെ ഇങ്ങനെ കുലിക്കണ മാതിരി തോന്നുക. നീപ്പിച്ചിരുത്താനും ചെരിച്ച് കിടത്താനും മലർത്തി കിടത്താനും നല്ല റാഹത്തായി. അതൊരു നന്മയുടെ അടയാളാണ്. ഞാൻ നേരെ മരിച്ച് ചില മയ്യത്തുകളെ കുലിപ്പിക്കുന്നവർക്കൊക്കെ അറിയാം, പുറത്ത് പറയണ്ട. മയ്യത്ത് കുലിപ്പിക്കാൻ കൂടിയവർക്കൊക്കെ അറിയാം. ചില മയ്യത്തിനങ്ങട്ട് പൊന്തിച്ച പൊന്തൂല. അവസാനം ഈ കുലിപ്പിക്കുന്നവരുടെ മനസ്സിൽ വാന്തിനിയില്ല. എന്താണ് എടുത്ത ദൈവം വെച്ചു, എന്താണ് എടുത്തോട്ട് വെക്കണല്ലോ, ഏതായാലും ഞാൻ അതിന് മെനക്കെട്ട് ഇതൊന്ന് കഴിഞ്ഞിട്ടാ മതി. മയ്യത്തിനകത്ത് ചെരിച്ചാ ഓനാ ഒരു ആ പഴയ വാശിയുള്ള മാതിരിക്കുന്ന ചെടിയില ഞാൻ ഇരിക്കൂല, ഞാൻ ഇതിനെ ഇരുത്താൻ നോക്കണ്ട എന്നൊക്കെയുള്ള ഒരു പ്രകൃതിയായി തോന്നിപ്പോവുക. വളരെ പ്രയാസം തോന്നും മയ്യത്തിനെ ചാരിയിരുത്താൻ, ചെരിച്ചു കിടത്താൻ, മലർത്തി കിടത്താൻ ഒരു പ്രയാസം തോന്നുക മയ്യത്ത് ഒലിപ്പിക്കാൻ. അത് അവന്റെ ആക്കിബത്ത് മോശമായതിന്റെ ഒരു അടയാളം, ഓന് ദോഷിയായി മരിച്ചതിന്റെ അടയാളായി കൂട്ടാം. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, അങ്ങനെ ഒരു നന്മ കണ്ടാൽ നമ്മൾ പുറത്തു പറയണം. അല്ല, ഒരു മോശമായ അടയാളം മയ്യത്തിൽ നിന്ന് കണ്ടാൽ അത് പുറത്തു പറയാനും പാടില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഒരാള് നന്നായി മരിക്കാൻ, അവൻ റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ ഇറങ്ങുന്ന രൂപത്തിൽ മരിക്കാൻ ജീവിച്ചിരിക്കുന്ന നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ മരണം ആസന്നമായ വ്യക്തിയുടെ അടുക്കൽ ഉള്ളവരും ശ്രദ്ധിക്കാനുണ്ട്. അതെന്താ? ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു മസല. ഇപ്പൊ മരിക്കാൻ പോകുന്ന വ്യക്തി ഒളുവോട് കൂടെയാണ് മരിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കണം. നമ്മൾ ആക്കിബത്ത് നന്നാവാനാണ് ഈ മസലകളൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഒളുവോട് കൂടെയാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ആ മുഅ്മിനായ മനുഷ്യന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുമെന്നാണ്. മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് ഒളു ഉണ്ടെങ്കിൽ അവന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വരും. പക്ഷെ മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് ഒലുണ്ടാക്കാൻ വെക്കോ? ഓപ്പ് ഒലുണ്ടാക്കുന്ന തിരക്കില്ല. പക്ഷെ നമുക്ക് ശ്രദ്ധ വേണം. നമുക്ക് ജീവിച്ചിരിക്കുന്ന ആ രോഗിയുടെ അടുക്കലുള്ളവർ ശ്രദ്ധിക്കണം. എന്റെ ഉപ്പ മരിക്കാൻ പോകുന്ന അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, എന്റെ ഉമ്മയുടെ മരണസമയമാണ്,
അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ മരണസമയമാണ്, ഞാൻ എന്റെ ഭർത്താവിന് ഒരു ഒളു ചെയ്തു കൊടുക്കട്ടെ. അത് ഇഷ്കാല് വരും കേട്ടോ. അവിടെ ഭാര്യന്മാർക്കൊരു ഇഷ്കാല് വരും. സാറേ എങ്ങനെ ഭർത്താവിന് ഒളുണ്ടാക്കി കൊടുക്കുക? നിങ്ങൾ മരിച്ചതിനു ശേഷം, ഭർത്താവ് മരിച്ചതിന്റെ ശേഷമാണ് ഒളുണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഒളു മൊഴിയില്ല. ഭർത്താവ് മരിച്ചിട്ട് ഭാര്യയാണ് കുളിപ്പിക്കുന്നത് എന്ന് വെക്കുക. എന്താ മൊഴിയിലെ എങ്ങനെ ഭാര്യ കുളിപ്പിക്കും? ഭാര്യ കുളിപ്പിക്കും. എത്ര സ്ഥലത്താ വിഷയിച്ചിട്ട ഭർത്താവ് മരിച്ച ഭാര്യക്ക് കുളിപ്പിക്കാൻ പാടില്ല. കാരണം എന്താണ് ഇതിന് കാരണം? സഹിയാകുമ്പോ ഞാൻ പറയാം മുസ്ലിം പറയുന്നു, നിങ്ങൾ വേജാറാവില്ല. ഭാര്യക്ക് കുളിപ്പിക്കാൻ പറ്റും, കുളിപ്പിക്കാം, യാതൊരു വിരോധമില്ല. പക്ഷെ പുരുഷന്മാര് മരിച്ചാൽ, മയ്യത്ത് പുരുഷനാണെങ്കിൽ പുരുഷന്മാരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പുരുഷന്മാരാണെന്ന് മാത്രം. പുരുഷന്മാരുണ്ടായിരിക്കെ തന്നെ ഒരു പുരുഷൻ മരിച്ചപ്പോൾ അവന്റെ ഭാര്യയാണ് ആ ഭർത്താവുന്ന പുരുഷന്റെ മയ്യത്ത് കുളിപ്പിച്ചത്. ഒരു കുഴപ്പമില്ല, അത് നല്ലതിനെതിരാണ്. അവരെ പഞ്ഞ് ഒലുണ്ടാക്കി കൊടുക്കുമ്പോ കയ്യുമ സീലും ചിറ്റണ്ട. കാരണം മയ്യത്തിന്റെ ഒലു മുറിയില്ല. മയ്യത്തിന്റെ ഒലു ദുന്യാവില് ആന ചവിട്ടിയാലും മുറിയാത്തൊരു ഒലുവാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ? ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സാധാരണക്കാരിലുള്ള വലിയ ഒരു തെറ്റിദ്ധാരണയാണ്. എന്താണ് തെറ്റിദ്ധാരണ? അതായത് മയ്യത്തിനെ യാദൃശികമായി കുളിപ്പിക്കലക്കും കഴിഞ്ഞ് ഒലുണ്ടാക്കൽ കഴിഞ്ഞതിന്റെ ശേഷം ഒരു മയ്യത്തിനെ ഒരു ഭാര്യ തൊട്ടാൽ, അല്ലെങ്കിൽ മയ്യത്തിന്റെ വയറ്റിൽ നിന്നോ മുന്തുവരത്തിൽ നിന്നോ വല്ലതും പുറപ്പെട്ടാൽ എന്തു വേണം? മയ്യത്തിന് രണ്ടാമത് ഒലുണ്ടാക്കി കൊടുക്കണം. ഇത് വലിയൊരു തെറ്റിദ്ധാരണ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആന ചവിട്ടിയാലും മുറിയാത്തൊരു ഒലുവാണ്. ആന ചവിട്ടിയാ മുറിയാത്തി കേതരാത്തി ഒരു സാധനം ഉണ്ടാവൂലല്ലോ അല്ലേ? അപ്പൊ ആന ചവിട്ടിയാലും മുറിയാത്തൊരു ഒലുവാണ് മയ്യത്തിന്റെ ഒലു. അപ്പൊ ഒരു കാരണവശാൽ എന്തിന്റെ ആവശ്യമില്ല, മയ്യത്തിന് ഒലുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒലു മുറിയുന്ന കാര്യം മയ്യത്തിൽ നിന്നുണ്ടായാൽ ആ മയ്യത്തിന്റെ ഒലു രണ്ടാമത് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാരണം ഈ ഒരു മസാല അറിയാത്തതിന്റെ പേരിലാണ് പലയിടങ്ങളിലും മയ്യത്ത് കുളിപ്പിക്കുമ്പോ, വാസ്തവത്തിൽ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്തിനൊരു ഒലുണ്ടാക്കി കൊടുക്കണം. ഈ ഒലു കുളി തുടങ്ങുന്നതിന് മുമ്പാണ് മയ്യത്തിനുണ്ടാക്കി കൊടുക്കേണ്ടത്, കുളിപ്പിച്ച് കഴിഞ്ഞതിനു ശേഷം അല്ല. ഇത് പല സ്ഥലങ്ങളിലും വിഷയമുള്ള ഒരു മക്കളെയായതുകൊണ്ട് സംഗതി ഒരു സുന്നത്താണ് കേട്ടോ. ഒരാൾ മയ്യത്ത് കുളിപ്പിക്കലക്കും കഴിഞ്ഞതിന്റെ ശേഷമാണ് മയ്യത്തിന് ഒലുണ്ടാക്കി കൊടുത്തു. അത് സുന്നത്തിനെതിരാണെന്നുള്ളൂ, അല്ലാതെ ഹറാമൊന്നുമില്ലേ. പക്ഷെ അവര് യഥാർത്ഥമായ അഫ്ളലായ രൂപം, സുന്നത്തായ രൂപം ഒളൂ ചെയ്ത് കൊടുത്തതിനു ശേഷമാണ് മയ്യത്തിനെ കുളിപ്പിക്കാൻ തുടങ്ങേണ്ടത്. അത് നമ്മുടെ ജീവിതകാലത്ത് നിർബന്ധമായ കുലിക്കും കുലിക്കുമ്പോ ഒരു ഒളൂ ചെയ്യൽ സുന്നത്താ. ആദ്യം ഒളൂ ചെയ്തിട്ടാണ് കുളിക്കാൻ തുടങ്ങേണ്ടത്. അത് ജനാപത്ത് കാരണമുള്ള കുലിയാണെങ്കിലും ശരി, ഹൈല് രക്തം നിന്നതിന്റെ പേരിലാണെങ്കിലും ശരി, പ്രസവ രക്തം നിന്നതിന്റെ പേരിലാണെങ്കിലും ശരി, എത്ര ആള് കുലിക്കുന്നത്, ആരപ്പം കുലിക്കുന്നോല്. കുലി നിർബന്ധമായിട്ട് കുലിക്കുന്നതിന്റെ മുമ്പ് ഒലുണ്ടാക്കുന്നോലൊക്കെ ഒന്ന് എസ്തരിച്ചാൽ എന്ന് പറഞ്ഞാല് സംഗതി നമ്മളെല്ലാരും ആണെങ്കിലും പല അപൂർവം ചില ആളുകളൊക്കെ ഉണ്ടാവും. സുന്നത്തുകളൊക്കെ ശ്രദ്ധിക്കുന്നവരില്ല. അതൊക്കെ ആ ഒലു മുറിയില്ലേ, അതൊക്കെ പ്രശ്നം. ഇനിയിപ്പോ എന്റെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ മാറിപ്പോകും തിരുവമ്പാടി. അപ്പൊ ഈ ഒലു മുറിയില്ല. എങ്ങനെ കുലിക്കുമ്പോ ഒലു മുറിയ? കുലിക്കുമ്പോ എങ്ങനെ ഒലു മുറിയ? തിരുവമ്പാടിക്കുള്ള ഇഷ്കാല് ഒലുവിന്റെ കുലിയുടെ മുമ്പ് ഒലു ചെയ്താൽ ആ ഒലു മുറിയില്ലേ. ഞങ്ങളെ വൈക്ക് കുളിച്ചാ ഒലു മുറിയില്ല. ഞങ്ങളെ വൈക്ക് അങ്ങനെയാണ് മതി. ഒലു ചെയ്തിട്ടൊരാൾ കുലിച്ചതിന്റെ പേരിൽ ഒലു മുറിയില്ല. ഒലു എടുക്കാറുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. പക്ഷേ ഒലു മുറിയുന്ന ചില സംഗതികൾ എപ്പോഴുണ്ടായേക്കാം. കുലിയുടെ ഇടയിലുണ്ടായേക്കാം. മലദ്വാരം കഴുകുക, മുൻദ്വാരം കഴുകുക പോലത്തത്. ആ സമയത്ത് ഒലു മുറിയാത്ത രൂപം ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഏതായിരുന്നാലും അത് നല്ലൊരു മസാലയാണ്. ഞാൻ ആ ഒരു മസാലയിലേക്ക് ഇപ്പൊ കടന്നാൽ വിഷയം തെറ്റിപ്പോകും. എന്നെ തന്നെ എനിക്കൊരു ചെറിയ പരാതി, എന്നെപ്പറ്റി അബൂറയ്യാനെ പറ്റി ഒരു പരാതി ഉണ്ട്. മൂപ്പരൊരു വിഷയമാണ് തുടങ്ങുക, പിന്നെ നേരെ കൊച്ചിയിൽ കൊയിലാണ്ടിക്കാണ്ട് പോവലാക്കുന്നത്.
കൊയിലാണ്ടിയിൽ കോഴിക്കോട്ടേക്ക് പോകേണ്ട ആള് കാണാൻ നേരെ കൊച്ചിന് കൊയിലാണ്ടിക്കാണ്ട് പോകും. അത് ഇങ്ങനെയാണ് ഈ കാരണക്കാര്. ചിലപ്പം വേറെ ഏതെങ്കിലും ഒരു വിഷയം ഇത് വരും. അപ്പൊ പിന്നെ നമ്മൾ ആ വിഷയം ഒന്ന് ജനങ്ങൾക്ക് തിരിയട്ടെ എന്ന് വിചാരിച്ച് ആ വൈക്കാണ്ട് കയറിപ്പോകും. ആ വൈക്കാണ്ട് കയറിപ്പോയ അടുത്ത ക്ലാസിന്റെ ഉസ്താദ് മൈക്കെടുക്കാൻ വരും. മൈക്കുമ്പോൾ ഞാൻ പോകും. ഏതായാലും അവിടെ നിൽക്കട്ടെ. ഒരു വലിയ ചർച്ചയാ. നിർബന്ധമായ കുലി കൊലിച്ചാൽ പിന്നെ നിസ്കരിക്കാൻ രണ്ടാമത് ഒതു ചെയ്യണോ ചെയ്യണ്ടേ? ഒന്നൊരു മസാലങ്ങനെ ഒന്ന് ഇഷ്കാലാക്കിയാൽ പോവാം. നമുക്ക് മറ്റേതെങ്കിലും സമയത്ത് നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു പഠിക്കണം. ഒരാൾ നിർബന്ധമായ കുലി കുലിച്ചു, ആ കുലിയുടെ ഇടയിൽ ഒളവ് മൊഴിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുലിക്കുന്നതിന് മുമ്പ് അവൻ ഒളവ് ചെയ്തിട്ടില്ല, കുലിച്ചതിനു ശേഷവും ഒളവ് ചെയ്തിട്ടില്ല. ഇവൻ ഒളവ് മുറിയാത്ത രൂപത്തിൽ ഒരു നിർബന്ധമായ കുലി കുലിച്ചാൽ ഇനി നിസ്കരിക്കാൻ വേണ്ടി രണ്ടാമത് ഒളവ് ചെയ്യണോ വേണ്ട എന്നാണ് മസല. അതായത് ചെറിയ അശുദ്ധി വലിയ അശുദ്ധിയിൽ തദാഹുലാകും. തദാഹുലാകും എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് തിരിഞ്ഞില്ല, പ്രവേശിക്കും. വലിയ അശുദ്ധി ഉയർന്നാൽ അതിലൂടെ ഓട്ടോമാറ്റിക്കായി ചെറിയ അശുദ്ധിയും ഉയരും. അതിന് എന്ത് വേണ്ട? വലിയ അശുദ്ധി കുലിക്കുന്നതിന് മുമ്പ് ഒളു ചെയ്യേണ്ട ആവശ്യമില്ല. ഒളു ചെയ്യൽ സുന്നത്തുള്ളൂ. അപ്പൊ അതൊക്കെ ഈ മസല ഇപ്പൊ ആവശ്യമാവും. വേനൽക്കാലത്തേക്ക് നല്ല വെള്ളത്തിന് ക്ഷാമമുള്ള കാലഘട്ടത്തിൽ ആവശ്യമുള്ള ഒരു മസലയാണ്. ആകെ കുലിക്കാനും ഒലുണ്ടാക്കാനും പാടെ വെള്ളം തയ്യില്ല. ഇപ്പൊ നമുക്ക് ശക്തിയായ മഴ പെയ്യുന്നു. അതുകൊണ്ട് ഈ മസാലയുടെ പ്രാധാന്യം നമുക്ക് തിരിഞ്ഞോണമെന്നില്ല. നല്ല വെള്ളത്തിന് ക്ഷാമമുണ്ട്. കുലിച്ചാൽ ഒലുണ്ടാക്കാൻ വെള്ളം തയ്യില്ല, ഒലുണ്ടാക്കാൻ നിന്നാ കുലിക്കാനുള്ള വെള്ളം തയ്യില്ല. നിർബന്ധമായ കുലിയാണ്. മനസ്സിൽ എത്തിയിട്ടുണ്ടില്ല ഇന്നത്തെ സമയം. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെയും നമ്മൾ ശ്രദ്ധിച്ചു കൊലിച്ചാൽ ഒളു എടുക്കാനുള്ള വെള്ളം ലാഭം കിട്ടും. ഞാനിത് പറയാൻ കണ്ട ഈ മസാലകളൊന്നും അറിയാത്ത എത്രയോ സാധാരണക്കാരുണ്ട്. ഉള്ള വെള്ളം കൊണ്ട് ഒരു നിർബന്ധമായ കൂലി അത് കുളിക്കും. എന്നിട്ട് പോലെ ഒലുണ്ടാക്കാൻ വെള്ളമില്ല, അഞ്ഞ എങ്ങനെയൊക്കെ നമ്മൾ നിൽക്കരിക്കാൻ. എത്രയോ കാര്യങ്ങൾ അങ്ങനത്തെ മസാലകൾ എത്രയോ സാധാരണക്കാർ പഠിക്കാറ്. എങ്കിലും സമയം പോയാലും സന്തോഷത്തിന് വേണ്ടി പറയാൻ, ഇന്നലെ ഞാൻ രണ്ടത്താണി ഭാഗത്ത് നമ്മുടെ KMIC ചില ശ്രോതാക്കളൊക്കെ ഉള്ള ഒരു ഭാഗം, രണ്ടത്താണിയിൽ നിന്ന് കുറച്ച് അച്ചിപ്പഴ എന്ന് പറയുന്ന സ്ഥലത്ത് മാസത്തിൽ ഒരു ക്ലാസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി പോയി ആൾക്കാർ പറഞ്ഞത്ര അബൂറയ്യാൻ ആ വിഷയം കൊടുത്താല് അത് വളരെ ഉപകാരം ചെയ്യുന്നു. അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോ തിരുത്തപ്പെടേണ്ട ധാരണകൾ എന്ന വിഷയമാണ് വിഷയം കൊടുത്തിട്ടുള്ളത്. ഞാൻ ഏതായാലും പറഞ്ഞ് ഹജ്ജിന്റെ മാസല്ലേ ഒരുപാട് മുഅ്മിനീങ്ങൾ ഹജ്ജിന് പോവാൻ വേണ്ടി കാത്തു നിൽക്കാൻ. പക്ഷെ സാധുക്കളായ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മക്കൊന്നും ഹജ്ജ് നിർബന്ധമില്ല, ഓർക്കൊക്കെ ഹജ്ജിന് പോവാനുള്ള അവസരം കിട്ടി എന്നൊരു ധാരണ നമുക്കുണ്ട്. എന്നാൽ നമ്മളിൽ നിന്ന് ആർക്കൊക്കെയാണ് ഹജ്ജ് നിർബന്ധമാകുന്നവര് എന്ന് പറഞ്ഞ് പീടിക വിറ്റ് ഹജ്ജിന് പോകുന്ന മസ്സലും, വീട് വിറ്റ് ഹജ്ജിന് പോകുന്ന മസ്സലും, പന്തം വിറ്റ് ഹജ്ജിന് പോകുന്ന മസ്സലും, സ്ഥലം വിറ്റ് ഹജ്ജിന് പോകുന്ന മസ്സലും എല്ലാം പറഞ്ഞപ്പോ ക്ലാസ് കഴിഞ്ഞ് പോരാ നേരത്ത് കുറെ വയസ്സന്മാർ കൈ വെച്ച് പൊട്ടിക്കരഞ്ഞു, ഉസ്താദേ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒരു ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട് കേട്ടോ, ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു ഹജ്ജ് നിർബന്ധമായിട്ട് ഹജ്ജ് ചെയ്യാനുള്ള കാശില്ലാത്ത അവസ്ഥ ലാസ്റ്റ് വന്നതിന്റെ മസാല നാട്ടിൽ പിരിവ് നടത്തുക, കാറ്റിന്റെ ആൾക്കാരോട് പോയി ചോദിക്കുക, കാശുണ്ടാക്കുക, പോയിട്ട് ഹജ്ജ് ചെയ്ത് പോരുക. ബാക്കി ഞങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനും പറഞ്ഞു. അപ്പൊ ഇതൊന്നും അറിയാത്ത എത്രയോ സാധാരണക്കാരുണ്ട്. ഇവരിങ്ങനെ ഓരോ മസാലയിലേക്കും കിടക്കുമ്പോ അപ്പൊ ഞാൻ ഏതായാലും പറയുന്നത് നമ്മൾ മയ്യത്ത് കുലിയിലേക്ക് തന്നെ തിരിച്ചു വരാം, മയ്യത്ത് പരിപാലനത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ മയ്യത്ത് എന്താണ് ഇവിടെ ചെയ്യുന്നത്? മയ്യത്തിന്റെ ഒളവ് മുറിയും എന്ന ധാരണ പ്രകാരം പലവരും എന്താ ചെയ്യുന്നത്? കുളിപ്പിച്ച് കഴിഞ്ഞതിന്റെ ശേഷമാണ് ഒളവ് ചെയ്തു കൊടുക്കുന്നത്. കാരണം ഈ കുളിപ്പിക്കുമ്പോ മറ്റേ കാഷ്ടോ മൂത്രോ എന്തെങ്കിലൊക്കെ പോനാല് മയ്യത്തിന്റെ ഒളവ് മുറിയിലെ, അപ്പൊ അതുകൊണ്ട് കുളിപ്പിച്ചത് കഴിഞ്ഞതിന്റെ ശേഷം ഒളുണ്ടാക്കി കൊടുക്കാം. ആ ധാരണ 100% തെറ്റാകുന്നു. മയ്യത്തിന് ഒളുണ്ടാക്കി കൊടുത്തതിന്റെ ശേഷം മയ്യത്തിൽ നിന്ന് ഒളവ് മുറിയുന്ന 4 കാരണവും മയ്യത്തിൽ നിന്നുണ്ടായാലും ശരി, ആ മയ്യത്തിന്റെ ഒളവ് മുറിയുകയുമില്ല. രണ്ടാമത് അത് മടക്കി ചെയ്തു കൊടുക്കേണ്ട ആവശ്യവുമില്ല.
ആ ഒരു മസ്തല നിങ്ങൾക്ക് ഗഹനമായി ധൈര്യമായി എവിടെ ചെന്നാലും പറയാനുള്ള ധൈര്യം കിട്ടാൻ ഞാൻ മറ്റൊരു മസ്തല പറയാം. ഒരു മയ്യത്തായി കിടക്കുന്ന സഹോദരിയെ ഏതോ ഒരു അന്തം കമ്മി, അങ്ങനെ വെക്കുക, ഒരു അന്തം കമ്മി ആ പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെട്ടു. ഒരു മരിച്ച മയ്യത്താകുന്ന സ്ത്രീയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പുരുഷൻ ബന്ധപ്പെട്ടു എന്ന് വെക്കുക. അങ്ങനത്തെ എത്രയോ പിരാന്തന്മാര് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. കബറ് മാന്തിയിട്ട് കഫൻ തുണി എടുക്കാൻ വേണ്ടി കബറ് മാന്തിയിട്ട് കഫൻ തുണി പുറത്തേക്ക് വലിച്ചപ്പോൾ പെണ്ണിന്റെ ശരീരം കണ്ടതിന്റെ പേരിൽ ചീക്കബരിലിട്ട് പെണ്ണിനെ വ്യഭിചാരം ചെയ്ത ചരിത്രങ്ങൾ കിതാബിൽ കാണാം. മഹാനായ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് തൗബ ചെയ്തതും റസൂലുള്ള അട്ടിപ്പറഞ്ഞയച്ചതും ആ മനുഷ്യൻ തൗബയുടെ കാഠിന്യത്താൽ റബ്ബ് തആല പുറത്തു കൊടുത്തതും ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് വന്ന് തൗബയുമായി വന്ന മനുഷ്യനെ എന്തിനാണ് നബിയെ അട്ടിപ്പറഞ്ഞയച്ചത്? സംഭവങ്ങളാണ്. കിതാബിലൊക്കെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. 50 പേരെ ചെയ്ത് പാകിസ്ഥാനിയുണ്ട്. മാഷാ അല്ലാഹ്. ഒരു ഖബറിൽ പാകിസ്ഥാനി 50 പേരെ ഖബറിലിട്ട് വ്യഭിചാരം ചെയ്യും. ഇതാ മനുഷ്യന്മാരെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്കൊക്കെ കടക്കുമ്പോ വളരെ ഗഹനമായി പഠിക്കേണ്ട ഒരു വിഷയമാണിത്. അതുകൊണ്ടാണ് ലോകം പറഞ്ഞത് കണ്ണില്ലാത്ത വസ്തുവാണ് വികാരം, കാമം, വികാരം, ശാരീരികമായ വികാരം ഉണ്ടല്ലോ, ആ വികാരത്തിന് കണ്ണില്ലാന്നാണ്. ഒരു മനുഷ്യന് വികാരം മൂത്താൽ മയ്യത്താണെന്ന് നോക്കില്ല, ഉമ്മയാണെന്ന് നോക്കിക്കോളമെന്നില്ല, പെങ്ങളാണെന്ന് നോക്കിക്കോളുമില്ല. ലോകത്ത് കണ്ണില്ലാത്ത ഒരു വസ്തുവാണ് ശാരീരികമായ വികാരം. അള്ളാഹു നമ്മുടെ ധർമ്മബോധം നിലനിർത്തി ധാർമ്മികതയിലായി അള്ളാഹു നമ്മെ ജീവിപ്പിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്തു എന്ന് വെക്കുക. മരിച്ചു കിടക്കുന്ന ഒരു പെണ്ണിനെ കുളിപ്പിക്കലക്കും കഴിഞ്ഞതിന്റെ ശേഷം ഒരു വ്യക്തി പോയി വ്യഭിചരിച്ചു എന്ന് വെക്കുക. എന്നാൽ ഈ മയ്യത്തിനെ ഇനി രണ്ടാമത് കുളിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. നമുക്കറിയല്ലോ, ഞാൻ ഈ ഒളു മുറിയില്ല എന്ന മസ്അല എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരുടെ ഖൽബിൽ നല്ലോണം മുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ മസ്അല പറഞ്ഞത്. ഇതൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വിഷയമൊന്നുമല്ല. നമ്മുടെ നാടുകളിൽ നടന്നോളണമെന്നില്ല. നടന്നാ പിന്നെ ഇരുകാലുമ ജീവിക്കുമെന്ന അഭിപ്രായവുമില്ല. ഇരിക്കട്ടെ, പക്ഷെ ഓനും ജീവിച്ചേക്കാം. ഓൻക്കും ഡോക്ടർമാര് മാനസിക രോഗിയാണെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാലത്ത് ഓനും ലോകത്ത് ജീവിച്ചേക്കാം. ഏതോ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത്, ഒരു കുലിപ്പിച്ച് കിടത്ത മയ്യത്താവുന്ന പെണ്ണിനെ അങ്ങനെ ഒരു ഭ്രാന്തൻ വ്യഭിചരിച്ചു എന്ന് വെക്കുക. മഹാന്മാര് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു, വലായുഗാദു ഊസുലുഹു, ഈ മയ്യത്തിനെ കൊലിപ്പിക്കലിനെ മടക്കപ്പെടുകയില്ല. ലിംഗിത്ത ഇത്തക്കിലിപ്പി, കൽപ്പന മുറിഞ്ഞതിനു വേണ്ടി, ബിൽ മൗത്തി, മരണം കാരണം കൽപ്പന മുറിഞ്ഞതിനു വേണ്ടി. എന്തില്ല, ഇനി മയ്യത്തിനോട് ഒളു മുറിഞ്ഞാൽ ഒളു മടക്കണം എന്ന കൽപ്പനയില്ല. കുലി നിർബന്ധമായ കാര്യം മയ്യത്തിൽ നിന്നുണ്ടായാൽ ഇനി ആ കുലി മടക്കണം എന്ന നിബന്ധന ഈ മയ്യത്തിനോടില്ല. ആകത്തുക മസ്അല എന്തായി? മയ്യത്തിനെ കൊലിപ്പിച്ചതിനു ശേഷം മയ്യത്തിൽ നിന്ന് കുലി നിർബന്ധമാവുന്ന കാര്യമുണ്ടായാൽ, മയ്യത്തിന് ഒളു ചെയ്തു കൊടുത്തതിനു ശേഷം മയ്യത്തിന്റെ ഒളു മുറിയുന്ന കാരണങ്ങളുണ്ടായാൽ അത് രണ്ടാമത് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി ഇൻഷാ അല്ലാഹ് കൊലിപ്പിക്കാൻ തുടങ്ങുമ്പോ അതിന്റെ യഥാർത്ഥ രൂപവും ഭാവവും ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ക്ലാസുകളിൽ വിശദീകരിക്കാം. ഞാൻ പറഞ്ഞു തുടങ്ങിയത് വിധന്ന. അപ്പൊ മരിക്കാൻ കിടക്കുന്ന ഭർത്താവിന് ഒലുണ്ടാക്കി കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം. അത് മരിക്കുന്നതിന്റെ മുമ്പേ, മരിച്ചതിന് ശേഷം ഒലുണ്ടാക്കി കൊടുക്കുന്ന മസ്അലയാണ് ഇതുവരെ പറഞ്ഞത്. പക്ഷെ മരിക്കാൻ കിടക്കുന്നതിന് മുമ്പേ ഒരു ഭർത്താവ് മരിക്കാൻ പോവാൻ ആരുമില്ല, ഭാര്യ ഒറ്റക്ക. അപ്പൊ ഒന്നു മുറിയാത്ത രൂപത്തില് കയ്യുമ സീലക്കും ചിച്ചിച്ചോലുണ്ടാക്കി കൊടുക്കേണ്ടി വരും എന്ന കാര്യം സാന്ദർഭികമായി ഉണർത്തി, ഏതായാലും മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ ആഖിബത്ത് നന്നാകുന്ന ഒരു കാര്യമാണ് മയ്യത്ത് ഒളുവോട് കൂടെ ഒരു വ്യക്തി മരിക്കുക. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. ഇത് മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് ചിലപ്പം ആ സമയത്ത് ഒളു ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
അപ്പൊ ഞാൻ പറഞ്ഞത് ഒരാളുടെ ആക്കിബത്ത് നന്നാവാൻ ജീവിച്ചിരിക്കുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ അടുക്കല് റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ വരലിന് തടസ്സമായ ഒരു കാര്യമാണ് ജീവികളുടെ രൂപമുള്ള വീട്ടിലേക്ക് ബൊമ്മകളില്ലേ. നമ്മുടെ ക്ലാസ് റൂമിൽ മുമ്പൊക്കെ അത് വിശാലമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടിയും വിഷയവുമായി ബന്ധമുണ്ടായതുകൊണ്ട് ഞാനൊന്ന് ആവർത്തിക്കാൻ, അതായത് നമ്മുടെയൊക്കെ വീടുകളിൽ ഷോക്കേസിന് വേണ്ടി ഷോക്കേസിൽ ഭംഗിക്ക് വേണ്ടി ഇപ്പൊ നോക്കി, ഇന്ന് രാവിലെ ഒരാൾ എനിക്ക് വിളിച്ചിരുന്നു. എന്താ വിളിച്ചത്? നമ്മളെ ക്ലാസ് റൂമിൽ മൗലിദിന്റെ മുമ്പ് നമ്മളൊരു കിബിലയുടെ വിഷയം പറഞ്ഞു. നമ്മളെ സാധാരണഗതിയിൽ 16 നിന്ന് അല്പം വടക്കോട്ട് തെറ്റുക, ഇതാണിപ്പോ നമ്മൾ കിബിലയായി കണക്കാക്കുന്നത്. ആ ഒരു വപ്പ ഇപ്പൊ രാവിലെ ആ ഒരു വിഷയം പറഞ്ഞപ്പോ തൃശ്ശൂർ വടക്കാഞ്ചേരി ഭാഗത്തിൽ നിന്ന് ഒരാൾ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ വീട്ടിന്റെ ഭാഗത്ത് പടിഞ്ഞാത്ത് നിന്ന് അല്പം തെക്കോട്ടാണ് തിരിയേണ്ടത് കിബിലയിലേക്ക്. കാരണം വടക്കം നോക്കി വെച്ച് അത് അറിയുന്നൊരു വ്യക്തി പരിശോധിച്ച് നോക്കുമ്പോ അവിടെ പടിഞ്ഞാറിൽ നിന്ന് വടക്കോട്ടല്ല തെറ്റേണ്ടത്, പടിഞ്ഞാറിൽ നിന്ന് തെക്കോട്ടാണ് തെറ്റേണ്ടത്. നോക്കിങ്ങള്, ഇത് അറിയാത്തൊരു വ്യക്തി ഒപ്പം സാധാരണ പടിഞ്ഞാത്ത് നിന്ന് അല്പം വടക്കോട്ട് തെറ്റി കിബിലയാണെന്ന് മദ്രസയിൽ പഠിച്ചൊരു ഇൽമ്. ഈ ഇൽമ് വെച്ച് നിസ്കരിച്ചാൽ ഓരോ നിസ്കാരം ചെയ്യാവോ? അപ്പൊ ഞാൻ പറയുന്നത് ഓരോ വിഷയങ്ങൾ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഇങ്ങനെ മുസല്ല ഞാൻ തെക്കോട്ടാണ് തെറ്റിച്ചിടാറുള്ളത്. സുഹൃത്ത് ഇപ്പൊ കേൾക്കുന്നുണ്ടാവും, ഞാൻ മുസല്ല തെക്കോട്ടാണ് തെറ്റിച്ചിടാറുള്ളത്. ആ ഒരു വ്യക്തി ആ ഒരു വിഷയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര കൊല്ലായി KMIC ക്ലാസ് കേൾക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഏകദേശം ഒരു കൊല്ലായിനാണ്. ഞാനും ഏകദേശം ഒരു കൊല്ലായിട്ടല്ലോ എന്നാണ്. അപ്പൊ ഞാൻ മുസല്ലയുടെ മസല പറഞ്ഞത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കേട്ടിട്ടില്ല എന്നാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് ളുഹ്ർ നിസ്കരിക്കുമ്പോ കഅബന്റെ ഫോട്ടല്ല മുസല്ലയിലാണോ നിങ്ങൾ നിസ്കരിക്കുന്നത്? അതേ ഉസ്താദേനാണ്. ഇന്ന് ളുഹ്ർ നിസ്കരിക്കുമ്പോ നിങ്ങൾ ആ മുസല്ല ഉപയോഗിക്കരുത്. കഅബന്റെ ഫോട്ടല്ല മുസല്ലമ ചവിട്ടാൻ പാടില്ല. ഹബീബിന്റെ മസ്ജിദുൻ നബവിയുടെ ഫോട്ടമുള്ള മുസല്ലയിൽ ചവിട്ടാൻ പാടില്ല. അതൊരു ഇൽമാൻ. ക്ലാസ് റൂമില് ആ ഐഡിയ എന്ത് കേൾക്കുന്നുണ്ടാവും. ഞാൻ ഒന്നുകൂടി പറയാം. സംഗതി കൊല്ലമായി ക്ലാസ് കേൾക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ നമ്മൾ അങ്ങനെ ഒരു മസാല പറഞ്ഞപ്പോ യാദൃശികമായി അന്ന് കല്യാണത്തിന് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നെറ്റ് കിട്ടിയിട്ടുണ്ടാവൂല, അല്ലെങ്കിൽ റീചാർജ് കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു മസാല കേട്ടിട്ടുണ്ടാവൂല. ക്ലാസ് റൂമിൽ പറയാത്തവരല്ല. മിക്ക പള്ളികളിലും മുസല്ല ഉണ്ടല്ലോ. എന്താപ്പ ചെയ്യാ? നമ്മളെ കമ്മറ്റിക്കാർ ആ കോലത്തിലായി മാറി. പള്ളികളിലൊക്കെ കാൽപ്പറ്റ് വരിയും കുരയ്ക്കില്ല കാൽപ്പറ്റ്. ചില കാൽപ്പറ്റിന്റെ ഭാഗത്തേക്ക് നോക്കിയ നായ്ക്കുട്ടി ഇങ്ങനെ ഇരിക്കുന്ന മാതിരി ഇങ്ങനെ തോൽപ്പോകും. അതിന്റെ ചില പൂവിന്റെ രൂപം. എന്താ ചെയ്യുക? മാറ്റന്നെ. ഇതിനൊന്നിപ്പോ ഇഷ്കാലില്ല. നമുക്ക് നേതൃത്വം കിട്ടാവുന്ന പള്ളികളുണ്ടോ? മാറ്റണം. അപ്പൊ നമ്മുടെ മൽക്കത്തിന്റെ പള്ളിയിലൊക്കെ പോയാൽ പ്ലെയിൻ കളറാണ്. നല്ല കാൽപ്പറ്റ് കിട്ടാണ്ട് പ്ലെയിൻ കളർ. ആരാണെങ്കിലും വരിയും കുടിയിലേക്ക് നോക്കി നിസ്കരിക്കൽ കളാറത്താണെന്ന് പറയാത്ത ഫിഖിന്റെ കിതാബേദ. ഇത്രത്തോളം മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരാള് കല്ലുതുണി എടുത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഒരാള് പുല്ലുതുണി എടുത്ത് നിസ്കരിക്കുക. പക്ഷെ അവൻ റുക്കൂഇലേക്ക് പോകുമ്പോ ആ പുല്ലുതുണിയിലേക്ക് നോക്കി കല്ലുതുണിയിലേക്ക് നോക്കി അവന്റെ ശ്രദ്ധ മാറിപ്പോകൂല. എങ്കിൽ അവയ്ക്ക് കല്ലുതുണിയും പുല്ലുതുണിയും എടുത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ആനായി ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇവനെ പോലത്തെ പോയക്കാലം പാടില്ല. സംഗതി ശരിയ. ഇവൻ കല്ലിത്തുണിട്ട് നിസ്കരിക്കും, ഇവൻ പുല്ലിത്തുണിട്ട് നിസ്കരിക്കും. ഇവൻ റുക്കൂഇലേക്കും സുജൂദിലേക്കും ഇടയിലുള്ള ഇരുത്തത്തിലും അത്തഹിയ്യാത്തിലും ഈ പുല്ലിത്തുണിയിലേക്കും കല്ലിത്തുണിയിലേക്കും നോക്കി അതിന്റെ പുല്ലിയിലേക്കും കളറിലേക്കും ചെക്കിലേക്കും നോക്കി അവന്റെ ശ്രദ്ധ പോകൂല. പക്ഷേ അവന്റെ ബാക്കിൽ നിൽക്കുന്നവര് ഇവന്റെ പുല്ലിത്തുണിയിലെ പൂവ് കാണുമ്പോൾ, കല്ലിത്തുണിയിലെ കല്ല് കാണുമ്പോൾ, ടീഷർട്ടിലെ എഴുത്ത് കാണുമ്പോൾ ബാക്കിൽ നിൽക്കുന്നവന്റെ ശ്രദ്ധ മാറിപ്പോകൂലേ? ബാക്കിൽ നിൽക്കുന്നവന്റെ ശ്രദ്ധ മാറിപ്പോവാൻ ഇവന്റെ കല്ലിത്തുണിയല്ലേ കാരണം? ഇവന്റെ പുല്ലിത്തുണിയല്ലേ കാരണം? ഇംഗ്ലീഷ് എഴുതിയതായ ഇവന്റെ ടീഷർട്ടല്ലേ കാരണം? ഇവന്റെ ബാക്കിൽ ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവന്റെ ശ്രദ്ധ പോകൂല. കാരണം ഇവന്റെ ബാക്ക് പണിക്ക് കാണാനില്ലല്ലോ. പക്ഷെ ജമാഅത്തായി നിസ്കരിക്കുമ്പോ
ഇവന്റെ ബാക്കിൽ നിൽക്കുന്നവൻ ഈ ടീഷർട്ടിലെ ഇംഗ്ലീഷിലെ അക്ഷരത്തിലേക്ക് നോക്കി ശ്രദ്ധ പോവാൻ കാരണമായാൽ ഇവന്റെ ടീഷർട്ടായതുകൊണ്ട് ഇവനെ സംബന്ധിച്ച് ഈ ശ്രദ്ധ മാറിപ്പോകുന്ന കുപ്പായം ധരിക്കല്, പുല്ലിത്തുണി ധരിക്കല്, കല്ലിത്തുണി ധരിക്കല് കറാഹത്താണെന്ന് ഫിഖിന്റെ കിതാബ് പറയുമ്പോ എങ്ങനെയാണ് വരയും കുരിയുമുള്ള മുസല്ലയും പദവും പായിയും കാർപ്പറ്റും പള്ളിയിൽ വിരിക്കുക എന്നാണ് എനിക്ക് ചോദിക്കാറ്. ചിലപ്പോൾ ചോദിച്ചു, നമ്മൾ ആ പള്ളിക്കല്ല് ഈ പള്ളിക്കല്ല് ഏത് പള്ളിക്കണ്ടായാലും വിധി അങ്ങനെ തന്നെ, ഇത് വിധി അങ്ങനെ തന്നെ, ഞങ്ങളെ ആവിഷ്കാരാക്കണ്ട. നമ്മളെ എ പി സാഹിത്യ പള്ളിക്കല്ല്, മറ്റേ ഖലീത്തങ്ങൾ ഉൽഗാരിയുടെ പള്ളിക്കല്ല്, അതൊന്നും ചോദ്യത്തില്ല. അതിനിപ്പോ എ പി ഉസ്താദും അറിഞ്ഞോന്നില്ല, ഖലീത്തങ്ങളും അറിഞ്ഞോന്നില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ചിലപ്പോൾ സാധാരണക്കാര് അങ്ങനെ പള്ളിക്കൊക്കെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. പൊന്നാനി ജുമാഅത്ത് പള്ളിക്കല്ല്, നമ്മളിപ്പം ചെയ്യുന്നത് കമ്മറ്റിക്കാരോരോ കാര്യം ചെയ്യുകയാണെങ്കിൽ നല്ല പ്ലെയിൻ കളറായുള്ളത് കിട്ടുന്നില്ലേ. അപ്പൊ ഞാനിപ്പോ വിഷയം അവതല്ല കിടക്കുന്നു. ഞാൻ നമ്മുടെ മരണസമയത്തുള്ള ബൊമ്മകളെ പറ്റി, നമ്മുടെ ഈമാനിന്റെ വിഷയം ഞാൻ പറയുന്നു. ശ്രദ്ധിക്കണം. അത് നമ്മുടെ ക്ലാസ് റൂമിൽ നല്ല നിലയിൽ ഞാൻ ആ ഒരു വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് കുറെ കാലങ്ങൾക്ക് മുമ്പ്. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് കേൾക്കാത്ത പലവരുമുണ്ട് ഈ മുസല്ലന്റെ മസാല കേൾക്കാത്തവർ. ഞാൻ അടുത്തൊരു വീട്ടിൽ പോയി, എല്ലാ സമയത്തും KMICയുടെ ഐഡിയ ഓണാണ്. പക്ഷേ എനിക്ക് ആരൊന്നും പറയരുത്, അവരെ നിസ്കരിക്കാൻ നേരത്ത് എനിക്ക് കഅബയുടെ ഫോട്ടല്ല മുസല്ലേത് തന്നത്. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചു, റബ്ബേ 24 മണിക്കൂറും KMIC ഐഡിയ ഓണായിരിക്കുന്ന പേരേലും ഇപ്പോൾ ഈ കഅബന്റെ ഫോട്ടല്ല മുസല്ല മാറ്റിയിട്ടില്ലേ, ഇവരെന്റെ ഈ ക്ലാസ് കേട്ടില്ലേ? ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മൾ ഈ വിഷയം ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കഅബന്റെ ഫോട്ടല്ല, മസ്ജിദുൻ നബവിയുടെ ഫോട്ടല്ല മുസല്ലമ കാലുകൊണ്ട് ചവിട്ടരുതോ. ഒന്നുകൂടി ഞാൻ പറയാണ്, ഇനി ആരെങ്കിലും ചിലവരൊരു കൗത്തിടുക, അത് അതിനേക്കായി മുസീബത്ത. അത് കൂടുതൽ മോത്തിക്കടിക്കേണ്ടത് മണ്ടക്കളിച്ച മാതിരിക്കായി ചിലവർ കാണാ. ഞാൻ ഇമ്മ ചവിട്ടണ്ടാനും വിചാരിച്ചത് ഇത് കൗത്തിത് ഒന്നും വേണ്ട. അത് നമ്മൾ ആദരവും ബഹുമാനവും. നിസ്കരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, നല്ല പ്ലെയിൻ കളറായ മുസല്ല, വരിയും കൂടിയൊന്നും ഇല്ലാത്ത റോസ് കളർ, പച്ച കളർ, നീല കളർ, ഏത് കളറിലുള്ള മുസല്ലും കിട്ടും. ഇനി അങ്ങനെ മുസല്ല വാങ്ങിച്ച് ഒരു വെള്ള കഷ്ണം ആ സുജൂദിന്റെ സ്ഥലത്ത് ആ നോക്കുന്ന ഭാഗത്ത് നല്ലൊരു വെള്ളശീലും വിരിച്ചു നോക്കി. നമ്മൾ എന്നാ രാവിലെ വിളിച്ച വ്യക്തിക്ക് ഞാൻ ഒക്കെയും പറഞ്ഞു നോക്കി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കേൾക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ വിഷയം വരുമ്പോ സാന്ദർഭികമായി അത്തരം കാര്യങ്ങളെ ഉണർത്തുമ്പോ പലവർക്കും ഉപകാരം ചെയ്യും എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ആർക്കെങ്കിലും പറഞ്ഞതന്നെ പറയാൻ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പുതിയ ശ്രോതാക്കൾക്ക് അത് ഉപകാരം ചെയ്യും. അപ്പൊ നമ്മൾ ആദരിക്കേണ്ട വസ്തുവിനെ ആദരിക്കണം. നമ്മളെ മരിക്കാൻ നേരത്ത് നമുക്ക് റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ നമ്മളിലേക്ക് വരണം. ഒരാളും മരിക്കാൻ പോവുകയാണ്, നമ്മുടെ വീട്ടില് ഭംഗിക്ക് വേണ്ടി ഷോക്കേസിൽ ബൊമ്മകൾ വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെയും ഓരോ വിഷയവും സാധാരണക്കാർക്ക് തിരിയാൻ വേണ്ടിയിട്ട് നമുക്ക് സമയങ്ങളുണ്ട്. ആയുസ്സും ആഫിയത്തുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സമയങ്ങളുണ്ട് ഓരോ വിഷയവും പറയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഷോക്കേസിൽ ബൊമ്മകളുണ്ട്, വൃത്തകത്ത് ഒഴിവാക്കുക. ഇപ്പൊ തന്നെ ചെയ്യാൻ അധികാരമുള്ളവരൊക്കെയും വീടുകളിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ അതൊരു കുറ്റിച്ചാക്കിൽ കെട്ടിയിട്ട് പെങ്ങന്മാരെ കുട്ടികൾക്ക് കൊടുത്തയക്കണ്ട. അങ്ങനെ നമ്മുടെ നാട്ടിലെ പ്രദേശം ആങ്ങലാർക്ക് ആവശ്യമില്ലാത്രയ്ക്കും പെങ്ങന്മാരെ കുട്ടികൾക്കുള്ള അത് പെങ്ങന്മാരെ കുട്ടികളെ വീട്ടിലും പറ്റൂല, അയൽവാസികളെ വീട്ടിലും പറ്റൂല. ഒരു വീട്ടിലും മുഅ്മിനായ മനുഷ്യന്റെ വീട്ടിലും ഭംഗിക്ക് വേണ്ടി ബൊമ്മകൾ വെക്കാൻ പാടില്ല. പെൺകുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പാവ വാങ്ങി കൊടുക്കാൻ പോലോത്ത മസ്തലകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്നാ പകുതി കാശിന് വിൽക്കാൻ പറ്റുമോ? അതും പറ്റൂല. ഉപയോഗിക്കൽ ഹറാമായ സാധനം വിൽക്കാനും പറ്റൂല. അങ്ങനെ വേണ്ടിക്കും എന്നാ പിന്നെ അണ്ണാച്ചിയൊക്കെ പകുതി വിലക്കണ്ട് വിൽക്കുക. നമുക്ക് ഏതായാലും ഇത് ഷോക്കേസിൽ വെക്കാൻ പറ്റൂല, അടുത്ത പേരേക്കും കൊടുക്കാൻ പറ്റൂല. എന്നാ ഇനി പകുതി കായ്ക്കത് വിൽക്കുക. നമുക്ക് ഉപയോഗിക്കൽ ഹറാമായ സാധനമാണെങ്കിൽ ആ സാധനം വിൽക്കാനും പാടില്ല, വിറ്റ കാശ് ഉപയോഗിക്കാനും പാടില്ല. ആരോ ഒരാൾ പറഞ്ഞു, തമാശക്ക് പറഞ്ഞൊരു വാക്കാണ്, അബൂ റയ്യാൻ ക്ലാസ് വാങ്ങിയതിന് ശേഷം മുണ്ട് മറക്കുത്താൻ മാർഗമില്ലാത്ത കോലത്തിലായിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണ്ടേ? നമുക്ക് ഈമാനല്ല വലുത്. ഞാൻ മുമ്പ് വെള്ളിയാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ ഒരു കാര്യം ഞാൻ ഉണർത്തി. എന്താ ഉണർത്തിയത്? മരിക്കാൻ പോകുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആദ്യമായി തളരുന്ന അവയവം നാവാണ് മക്കളെ. നാവാൻ മരിക്കാൻ നേരത്ത് ഷോക്കേസിൽ ബൊമ്മണ്ട്. റഹ്മത്തിന്റെ മലായിക്കത്ത് നിങ്ങൾ ഉമ്മയപ്പരിക്ക വന്ന് തിരിച്ചു പോകാൻ
ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയമാണ്. 4 ഭാഗമുള്ള ബൊമ്മയുള്ള, ഭംഗിക്ക് വേണ്ടി വെച്ച ബൊമ്മയുള്ള വീട്ടിലേക്ക് ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി സൂറത്തുൻ, രൂപങ്ങളുള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലായികത്തുകൾ പ്രവേശിക്കില്ല. അതുകൊണ്ട് മരണസമയത്ത് മാറ്റിവെക്കാൻ നോക്കണ്ട. ചിലപ്പം മരിക്കണ സമയത്ത് വീട്ടിൽ ആരുണ്ടായിക്കോന്നില്ല, അല്ലെങ്കിൽ മരിക്കാൻ നേരത്ത് മക്കളെ ഞാൻ മരിക്കാൻ പോവാണ്, ആ ഷോക്കേസിൽ നിന്ന് ആ ബൊമ്മയൊന്ന് മാറ്റൂ, റഹ്മത്തിന്റെ മലായികത്തുകൾ എന്റെ അടുക്കലേക്ക് വരട്ടെ എന്ന് പറയാൻ പ്രിയപ്പെട്ട സഹോദരി നാവ് കൊതിക്കോണമെന്നില്ല. മരിക്കാൻ നേരത്ത് ശരീരത്തിൽ നിന്ന് ആദ്യമായി തലരുന്ന അവയവം നാവാണ്. ഞാൻ മരിക്കാൻ പോവാണ്, എനിക്ക് പറ്റിയതൊക്കെ ചെയ്തു കാറ്റും എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഏത് നട്ടപ്പാതിരക്കും നമ്മൾ മരിച്ചേക്കാം, ഒറ്റക്കാവുന്ന സമയത്ത് മരിച്ചേക്കാം, ഒപ്പം കിടക്കുന്ന സമയത്ത് മരിച്ചേക്കാം. കൂടിക്ക് ദുത്തം തൂത്താലിത് എന്നാണ്. കൂടി പിടിച്ച് കിടക്കുന്ന കിടത്തങ്ങളെ വിട്ടുപിരിയുന്ന ഒരു വിഷയമാണ് മരണം. അതുകൊണ്ട് ഞാൻ മരിക്കാൻ നേരത്തെ എന്റെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലായികത്തുകൾ വരണം എന്നാഗ്രഹിക്കുന്ന എന്റെ KMI ചെയ്ത മുഴുവൻ ശ്രോതാക്കളും നമ്മുടെ കുടുംബത്തിലുള്ളവരോടൊക്കെയും ഇത്തരം കാര്യങ്ങൾ പറയണം. ഇത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ മരിക്കാൻ നേരത്ത് ആദ്യമേ ആ കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ല, നമ്മളൊരു മരണ വീട്ടിലെത്തി ഒരാൾ മരിക്കാൻ പോകുന്ന വിവരം കിട്ടി ഒരു രോഗിയുടെ അടുക്കൽ, നല്ല ശ്രദ്ധിക്കുക, ഒരു രോഗിയുടെ അടുക്കൽ നമ്മൾ എത്തി. അപ്പൊ നോക്കുമ്പോ അവന്റെ മരണത്തിന്റെ ലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ ഷോക്കേസിലേക്ക് നോക്കിയപ്പോ ബൊമ്മകളുണ്ട്. നമ്മൾ മാന്യമായി പറയണം, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ വാപ്പ മരിക്കാൻ പോവുകയാണ്, മരണത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വായുവിന്റെ ദണ്ണാണ് ആ കാണുന്നത്. എവിടെ മൊയ്യരെ വായുവിന്റെ നോക്കിയാൽ കാണും? നോക്കിയാൽ കാണും. നിങ്ങൾ നോക്കൂ, ഇപ്പൊ എല്ലാവരും കണ്ണാടിയുള്ളവർ കൊണ്ട് കണ്ണാടി കിട്ടും. ഇപ്പൊ നിങ്ങളെ കൈവശം കണ്ണാടി ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ണാടി എടുക്കാം. ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കൂ. നോക്കിയാൽ നിങ്ങളുടെ ശ്വാസം വിടുന്ന മൂക്കിന്റെ ദ്വാരം, അതിന്റെ 2 വക്കുണ്ടല്ലോ മേലെ, ആ പാലത്തിന്റെ താഴ്ഭാഗത്ത് മൂക്കിന്റെ ദ്വാരത്തിന് 2 വക്കില്ല, വല്ല്, അതൊന്നും ഒരു അനക്കില്ല. നമ്മൾ ശ്വാസം വിടുന്നുണ്ട്, പക്ഷെ ആ മൂക്കിന്റെ വക്കിനൊരു അനക്കില്ല. പക്ഷെ മരിക്കാൻ പോകുന്ന ഒരു വ്യക്തി വായുവിന്റെ ദണ്ണെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഭാഷയിൽ ആത്മാവ് പുറപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ ഈ മൂക്കിന്റെ വക്ക് താനും പൊന്തിം കൊണ്ടിരിക്കും. അതൊരു അടയാളാണ്. അതുപോലെ തന്നെ 2 മൂക്കിലൂടെയും ഒപ്പം ശ്വാസം പോകുക. ഓതുന്നു കോതായി തമ്പാലം 2, ഓരോരോ സാഹത്തിലും മാറ്റങ്ങളുണ്ടെന്നാണ്. സാധാരണഗതിയിൽ ഒരു മൂക്കിലൂടെ കുറച്ച് ശ്വാസം പോയാൽ കുറച്ചു സമയം കഴിഞ്ഞാൽ അടുത്ത മൂക്കിലൂടെ പോകും. മരണസമയമാകുമ്പോ 2 മൂക്കിലൂടെയും ഒപ്പം ശ്വാസം പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ മരണത്തിന്റെ അടയാളങ്ങളൊക്കെയും ഈ വ്യക്തിയിൽ കാണുന്നു. നമ്മളെ കുടുംബമിത്രാദികൾ ഒരു വീട്ടിലാണ്, അവരിതൊന്നും മനസ്സിലാക്കാതെ ഷോക്കേസിൽ നല്ല ബൊമ്മകൾ ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അവരോട് പറയണം, നിങ്ങളൊരു പണി എന്ത് ചെയ്യുക, ആ ഷോക്കേസിൽ നിന്ന് ആ ബൊമ്മകളൊക്കെ എടുത്തിട്ട് തൽക്കാലം അതൊന്ന് ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ നിങ്ങൾ വെച്ചാലും വേണ്ടില്ല, വെച്ചില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കാൻ പോവുകയാണ്, ഉപ്പ മരിക്കാൻ പോവുകയാണ്, ഉമ്മ മരിക്കാൻ പോവുകയാണ്, റഹ്മത്തിന്റെ മലായികത്തുകൾ അവിടെ വരട്ടെ. അതുകൊണ്ട് നിങ്ങൾ ആ വിഷയം ശ്രദ്ധിക്കൂ എന്ന് പറയാൻ നമ്മുടെ വീടുകളിലൊക്കെയും ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് പരിചയമുള്ള വീടുകളിലും നമുക്ക് ബന്ധപ്പെട്ടവരുടെ വീടുകളിലൊക്കെയും എത്തുമ്പോ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ അൽഹംദുലില്ലാഹ് വളരെയധികം ഉപകാരം ചെയ്യും. അതല്ല ഹിക്കുമത്തിലാവണത്തോ. എന്നിട്ട് ചെന്നുങ്ങാണ്ട് ചില സ്ത്രീകള് ഞാൻ ആവേശം മൂത്തിട്ട് വേഗം കുറ്റിച്ചാക്കിൽ കെട്ടിപ്പാത്തക്കണ്ട. ചിലപ്പം ഭർത്താക്കന്മാർ വലിയ സംഖ്യ ചെലവാക്കിയിട്ടായിരിക്കും നല്ല രോമത്തിന്റെ ബൊമ്മയിലൊക്കെ കൊന്നിക്കുക. നല്ല ഹിക്കുമത്ത് വേണം. ഞാൻ കൂട്ടത്തിലൊന്ന് പറയാൻ, മഹാനായ പൊന്മല ഉസ്താദ് പറഞ്ഞ ഒരു സംഭവം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. മഹാനായ പൊന്മല ഉസ്താദും അതുപോലെ തന്നെ AP ഉസ്താദും പറഞ്ഞൊരു മുതലാളിയുടെ വീട്ടിൽ ചെന്നത്രേ ഒരു പിരിവിന് വേണ്ടി. ചെന്നോക്കുമ്പോ തന്നെ ഈ മുതലാളിയുടെ വീട്ടിൽ ഈ ഷോക്കേസില് ഈ ബൊമ്മകളൊക്കെ ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. പൊന്മല ഉസ്താദല്ലേ, ഫിക്കുവല്ലേ, പൊന്മല ഉസ്താദിന്റെ സ്വഭാവത്തിന്റെ മാതിരിയാണ്. കാരണം ഈ ഷോക്കേസിൽ ഈ ബൊമ്മയൊക്കെ കണ്ടപ്പോ. പക്ഷെ AP ഉസ്താദ് ഒന്നും മുന്തലില്ല. നോക്കി, ഇത് ശ്രദ്ധിക്കണം കേട്ടോ.
ഇനി അതൊക്കെ ആരെങ്കിലും റേഞ്ച് കട്ടായാല് DC ആയാല് AP ഉസ്താദ് ബൊമ്മാന്റെ ഒന്ന് മുന്തിയിലെത്തലേന്ന് പറയുന്നില്ല, ആശു ഫുള്ള് കേൾക്കണം. പക്ഷെ AP ഉസ്താദ് അത് ശ്രദ്ധിക്കണേ ഇല്ലാന്നാണ് ഉസ്താദ് പറഞ്ഞ സംഭവം. AP ഉസ്താദിന്റെ ഹിക്കുമത്ത് ചില ദീനിയായ വിഷയങ്ങൾ ചില നാടുകളിൽ നടപ്പിൽ വരുത്താൻ, വീടുകളിൽ നടപ്പിൽ വരുത്താൻ എന്തെന്ത് ചില ഹിക്കുമത്തുകളുണ്ട്. അതുകൊണ്ടാണ് രാവിലെ നമ്മുടെ ഫസൽ ചേലായി ഒരു ചോദ്യം ചോദിച്ചു, 40 മരം ഏതാണ്? അതിന്റെ ശേഷം ഞാനൊരു ചോദ്യം ചോദിച്ചു, എന്ത് 4 ഇന്നതുണ്ട്, ആ ഇന്നത് ഏതൊക്കെയാണ്? ഇന്നടത്ത് ഇന്നത്, ഇന്നവനോട് ഇന്നത്, ഇന്നപ്പോൾ ഇന്നത്. ഒരു ഇന്നതിക്ക് കിട്ടൂല, ആർക്കെങ്കിലും കിട്ടുന്നോ ഉണ്ടെങ്കിൽ പറഞ്ഞെന്നാലും ഓർക്ക് വേണ്ടി ഞാൻ ദ്വാരക്ക് 4 ഇന്നത് വേണം. അപ്പോഴാണ് മനുഷ്യനാണ്. ഇന്നവനോട് ഇന്നത്, ഇന്നപ്പോൾ ഇന്നത്, ഇന്നേടത്ത് ഇന്നത്. ഒരു ഇന്നതും എന്തെങ്കിലും ഓനൊരു യഥാർത്ഥ മനുഷ്യനായിനാണ്. അപ്പൊ അതുകൊണ്ട് സമയവും സന്ദർഭവും നോക്കിയിട്ട് പറയണം. AP ഉസ്താദ് ആ വൈക്കേ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ മഹാനായ പൊന്മദ് ഉസ്താദ് പറയന്റെ മനസ്സിൽ കരുതി, AP ഉസ്താദിന് ഇപ്പൊ കായാൻ ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ ബൊമ്മ കണ്ടിട്ട് എന്താ AP ഉസ്താദ് ഒന്നും ഉണ്ടാത്തത്. പക്ഷെ AP അങ്ങനെയൊക്കെ കഴിഞ്ഞ് 50,000 ഉറുപ്പി അവരാ പിരിവ് കൊടുത്തു. എന്തൊരു കാര്യമായ വിഷയത്തിൽ ഞാൻ ചെന്നത്. എല്ലാം കഴിഞ്ഞ് AP ഉസ്താദൊക്കെ ദ്വാരനേന്റെ ശേഷം പോരാ നേരത്തെ ഈ ആജയുടെ കൈ പിടിച്ചിട്ട് AP ഉസ്താദ് മാത്രമേ നല്ല ബറക്കത്തുള്ള വീട, നല്ല വാഹത്തുള്ള വീട. ആ ഷോക്കേസിന് ആ ബൊമ്മിമ്പാലൊന്നത് ഒഴിവാക്കിയാൽ വല്ലാത്ത ബറക്കത്തുള്ള വീടാവുന്നു. ഇത് കേട്ടപ്പോ പിന്നെ ആ മുതലാളി ഒന്നും ചിന്തിച്ചില്ല. വേഗം അവരുടെ മുമ്പിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടിച്ചാക്കിലാക്കി ഒഴിവാക്കി. അപ്പോൾ നോക്കി ചെന്നേക്കന്നെ ഇവിടെ പിരിവൊന്നും ശരിയാവില്ല, എന്റെ വീട്ടിൽ ബൊമ്മണ്ട്, അത് എടുത്ത് മാറ്റാതെ നമ്മൾ അന്വേഷിച്ച് ചർച്ചക്കില്ല എന്ന് പറഞ്ഞാൽ ഇവര് സ്വീകരിക്കൂല. പോയി മൊയ്ലിയമാരേനാല് നേരെ മറിച്ച് ആ ഹിക്കുമത്ത് ഉപയോഗിച്ചപ്പോഴോ നല്ല വാർത്ത വീട്ടിൽ നിന്ന് ആ വലിയൊരു പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിച്ചു. ഞാൻ മഹാനായ പൊന്മദ് ഉസ്താദ് ഓരോ വിഷയങ്ങളും ചെയ്യുമ്പോൾ ചില ഹിക്കുമത്തുകളുമാണ്. അപ്പോഴേ ജനങ്ങൾ എന്താവുമല്ലോ, നന്നാവുകയുള്ളൂ. അപ്പോഴേ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബൊമ്മന്റെ വയല് കേട്ടിങ് അത് പെട്ടെന്ന് വാരി വലിച്ച് ചാക്കിൽ കിട്ടണ്ട. ചില നമ്മൾ ചർച്ച ചെയ്യേണ്ടവരൊക്കെ ചർച്ച ചെയ്ത് എത്രയോ വീടുകളിൽ ഭംഗിക്ക് വേണ്ടി നിസ്കാരവും നോമ്പും ഖുർആനോത്തും മൗലൂദും റാത്തീബൊക്കെയും ഭംഗിയായി നടക്കുന്ന വീടുകളിൽ തന്നെ ഇത്തരം വിഷയങ്ങളുടെ ഗൗരവം ശ്രദ്ധിക്കാതെ നമ്മുടെ വീട്ടിൽ നിന്ന് റഹ്മത്ത് അകന്നു പോകുന്നുണ്ട്. മുഅ്മിനീങ്ങളെ മറന്നു പോവരുത്. അതുകൊണ്ട് മരിക്കാൻ നേരത്ത് ഒരു മനുഷ്യന്റെ അടുത്ത് അത്തരം സാധനങ്ങൾ എന്തെങ്കിലും ഒഴിവാക്കണം. അതുപോലെ തന്നെ ഭംഗിക്ക് വേണ്ടി വളർത്തുന്ന നായുണ്ട്. ഭംഗിക്ക് വേണ്ടി വളർത്തുന്ന നായുണ്ടെങ്കിൽ തൽക്കാലം എന്ത് വേണം? പറയാം. ആ നായനൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തുക. നായനെ പൊളിച്ച് കൊല്ലൊന്നും വേണ്ട. ഭംഗിക്ക് വേണ്ടി നായനെ വളർത്താൻ പറ്റൂല. ലാ തദ്ഖുലുൽ മലായികത്തു ഫീഹി ബൈതൻ സൂറത്തുൻ ഔ കൽബുൻ ഔ കമാ ഖാൽ. ഭംഗിക്ക് വേണ്ടി നായനെ വളർത്തുക, അങ്ങനത്തെ വീടുകളിലും റഹ്മത്തിന്റെ മലായികത്ത് ഉണ്ടാവൂല. അതൊക്കെയുള്ളവര് ശ്രദ്ധിക്കുക എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പൊ ഞാൻ ആകെ തുക പറഞ്ഞത് ഇപ്പൊ എന്താ? ഒരു വ്യക്തി മരിക്കാൻ നേരത്ത് അവന്റെ ആഖിബത്ത് നന്നായി മരിക്കാൻ ജീവിച്ചിരിക്കുന്ന നമുക്ക് ചില കടമകളുണ്ട്. ഏതായാലും 2 പറഞ്ഞു, ഒന്നും കൂടി പറയാം. ഒക്കെ അത് ഓരോന്നായിട്ട് വിശദീകരണത്തിൽ വേണം വരുത്തോ. മരിക്കാൻ നേരത്ത് മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് തേൻ കൊടുക്കും. എല്ലാം ശ്രദ്ധിക്കാം. വെള്ളം കൊടുക്കുന്ന മസാല വേറെ വരുന്നുണ്ട്. മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് വെള്ളം കൊടുക്കൽ സുന്നത്തോ നിർബന്ധോ? അറക്കാൻ പോകുന്ന കോഴിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ട, ടേപ്പിന്റെ ചോറ്റക്ക് ചുണ്ട് കാണിക്കാൻ വേണ്ടത്, അതൊരു മസാല. നമ്മുടെ നാട്ടിലേക്ക് കോഴിനെ അറക്കാൻ നിങ്ങൾ കണ്ടിട്ടില്ല. കോഴിക്ക് വെള്ളം കൊടുക്കാനാണ് നിങ്ങാണ്ട് ഈ കോഴിനെ അറക്കാൻ പൊരിച്ചോന്നാണ് 2 ചുണ്ടും ഞെക്കി പൊരിച്ചിങ്ങാണ്ട് ഒരു ടേപ്പ് ഉണ്ടാവും ചിക്കൻ സ്റ്റാളില് കോഴിക്ക് വെള്ളം കൊടുക്കാൻ. അത് കത്തി കഴുകാനൊക്കെ ഒരു ടേപ്പ് ഉണ്ടാവും. വെറുതെ ഒന്നും ഇങ്ങാണ്ടാക്കിയിട്ട് നിൽക്കും. കോഴിയുടെ ചുണ്ടുമ്മക്കുമ്പാടെ വെള്ളമായിട്ടുണ്ടാവില്ല. അതല്ല, ഏത് ജീവിയാണെങ്കിലും അതിന്റെ മരിക്കാൻ നേരത്തെ വെള്ളം കൊടുക്കുക എന്നുള്ളൊരു വലിയ സുന്നത്താണ്. ആ സുന്നത്തെ നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ പറഞ്ഞത് എന്താ? നമ്മൾ ഒരാളുടെ മരണം നന്നാവാനുള്ള ചില കാര്യങ്ങളാ പറയുന്നത്. നമ്മുടെ ബാധ്യത ഇതൊക്കെ മരിക്കാൻ പോകുന്നവർ അത് ശ്രദ്ധിക്കാൻ സാധിച്ചോന്നില്ല. ഒരാളിങ്ങനെ മരിക്കാൻ പോവുക, ഞാൻ മരിക്കാൻ പോവുക, എനിക്ക് തേഞ്ഞ് കാറ്റിന്ന് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ നമ്മൾ ഈ വിജ്ഞാനങ്ങൾ നമ്മുടെ കൈവശം വേണം. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ വയറ്റിൽ തേനുണ്ടാവുന്നത് നല്ലതാണ്. എന്താണ് അതിന്റെ ഹിക്മത്ത്? അല്ലാഹുവാണ്. ഞാൻ ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലേക്ക് നോക്കിയാൽ ചിലപ്പം അതിന്റെ വിശദീകരണങ്ങളും ഹിക്മത്തുകളൊക്കെയും ഉണ്ടായേക്കാം.
ഏതായാലും മഹാന്മാർ പറയുന്നു, മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് തേൻ കൊടുക്കുന്നത് നല്ലതാണ്, അവന്റെ മരണസമയം നന്നാവും. അതുപോലെ തന്നെ മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കുക. മിസ്വാക്ക് ചെയ്തു കൊടുക്കാനാകുമ്പോ ബ്രഷ് എടുക്കുക, നമ്പൂതിരിപ്പൊടി കഴിയുമ്പോ തേക്കുക, അല്ലെങ്കിൽ പേസ്റ്റ് തെച്ചെങ്ങാണ്ട് ബ്രഷ് ചെയ്യാനല്ല, അത്രയൊന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിന്റെ വേദമ ശീല ചിറ്റിയിട്ട് ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ വായയിൽ പല്ലുമക്കൂടെ ഒന്നിങ്ങനെ നടത്തിയാൽ മതി, മിസ്വാക്കായി. പക്ഷേ ഊഹ് സുഖകരമായി പുറപ്പെടുന്ന മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് മിസ്വാക്ക് ചെയ്തു കൊടുത്താൽ അവന്റെ ആത്മാവ് സന്തോഷകരമായി പുറപ്പെടും. സാന്ദർഭികമായി തൈബ മൻസിലുള്ള അബൂസിനാൻ ഉസ്താദ് ക്ലാസ് റൂമിൽ ഹാജരായിട്ടുണ്ടെങ്കിൽ പൈസാൻഡ് ചെയ്യണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അല്ല അബൂസിനാൻ ഉസ്താദിന്റെ ഐഡിയ ആണോന്ന് അറിയില്ല. ഉസ്താദ് വന്നാലോ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പൈസാൻഡ് ചെയ്ത് മുകളിൽ വരണം. ഞാൻ അവസാനിപ്പിക്കാം. ഏതായാലും ഞാൻ പറയട്ടെ, മരണ സമയത്തെ സംബന്ധിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അബൂസിനാൻ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് ഞാൻ ഒരൊറ്റ മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ ആഖിബത്ത് നന്നാവാൻ ജീവിച്ചിരിക്കുന്ന നമ്മൾക്കും ചില ബാധ്യതകളുണ്ട് എന്നാണ് ഉണർത്തിയത്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മളിൽ നിന്നും ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മൾ മരിക്കാൻ നേരത്തെ അടക്കം ചെയ്തു തരാൻ പറ്റാവുന്ന സ്വാലിഹീങ്ങളെ അള്ളാഹു നമ്മുടെ മരണ സമയത്ത് നമ്മുടെ ഭാഗത്തേക്ക് എത്തിച്ചു തന്നു. സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ വെച്ച് വിവരമുള്ളവർ മയ്യത്ത് കുലിപ്പിച്ച് നല്ല ആത്മീയ നേതാക്കന്മാര് മയ്യത്ത് നിസ്കരിച്ച് അവരുടെ അകമ്പടിയിലൂടെ നമുക്ക് ഖബറിലേക്ക് നീങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാക്കി ഇൻഷാ അള്ളാഹ് നാളെ അബൂസിനാൻ ഉസ്താദിനെ ആദരപൂർവ്വം മൈക്കയിലേക്ക് ക്ഷണിച്ച് മൈക്ക റിലീസ് ചെയ്യുന്നു.